ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ 8:30 ആയപ്പോൾ തന്നെ കുഞ്ചുവിന്റെ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോവാണ്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, ഉറങ്ങിപ്പോയി. 7 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫോൺ സൈലന്റ് ആയിരുന്നു. അങ്ങനെ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ഡ്രൈവിംഗ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. ശരിക്കും 8 മണിക്കായിരുന്നേ ക്ലാസ്. നമ്മളവിടെ എത്തിയപ്പോൾ 8:45 ഗൈസ്. അങ്ങനെ കുഞ്ചു എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കലങ്കിൽ പോയായിരുന്നു. അങ്ങനെ കലങ്കിൽ പോയി ഫ്രഷ് ആയി നിന്നപ്പോൾ കുഞ്ചു ക്ലാസ് കഴിഞ്ഞെന്നും പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് ഷായനായ മൈലക്കൊണ്ടത്താക്കാൻ വേണ്ടി നമ്മൾ രണ്ടും പോയായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും കലങ്കിൽ വന്നായിരുന്നേ. കലങ്കിൽ വന്ന സമയത്ത് ഉമ്മ കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. കുഞ്ചുവിന് പുട്ട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഞ്ചു ദോശയും ചമ്മന്തിയുമാണ് കഴിച്ചത്. ഞാൻ കഴിച്ചത് പുട്ടും രസകദളി പഴവുമായിരുന്നു. പുട്ടിൻ്റെ കൂടെ ഉമ്മ തന്നെയാണ് പഴം വരെ വിത്തുന്നത്. അങ്ങനെയാണ് ഞാൻ കഴിക്കുക. അങ്ങനെ കുറച്ച് നേരം ടിവിയും കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിക്ക് എണ്ണ അടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്ക് ടാറ്റൊക്കെ പറഞ്ഞ് നേരെ വിതുര പമ്പിലേക്ക് എത്തി. എണ്ണ അടിച്ചിട്ട് കുറെ ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എണ്ണ നല്ല കുറവായിരുന്നു. അതുകൊണ്ട് ഫുൾ ടാങ്ക് അടിക്കാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു. അങ്ങനെ 2050 രൂപയ്ക്ക് അടിച്ചപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് ആയിരുന്നു. എന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കുളിപ്പിക്കാന്ന് വിചാരിച്ച് നമ്മൾ പേരയത്തുപാറയിലേക്ക് പോയായിരുന്നു. ആ സമയത്ത് നമ്മുടെ RC ബൈക്ക് അൺനോൺ ഫാക്ടറി ഇരിക്കുന്ന കണ്ടായിരുന്നു. പോകുന്ന വഴി മരുതുമൂട് എത്തിയപ്പോൾ ഒരു വണ്ടി പോസ്റ്റിലിടിച്ച് ഓടയിൽ കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു. ഇതോ കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായത്തുള്ള കൃഷ്ണ സർവീസ് സെന്ററിലേക്ക് വന്നായിരുന്നു. ഞാൻ മിക്ക ദിവസവും നമ്മുടെ വണ്ടി കഴുകുന്നത് കൃഷ്ണ സർവീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടെ ആകുമ്പോൾ വലുതായിട്ട് തിരക്കില്ല, നല്ല ലാഗടിക്കില്ല. ചേട്ടൻ പെട്ടെന്ന് തന്നെ കഴിവ് തരുവേ. മറ്റുള്ള സർവീസ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുവേ. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, എപ്പം വന്നാലും ഫ്രീ ആയിരിക്കും, നമുക്ക് നന്നായിട്ട് കഴിവ് തരുകയും ചെയ്യും. അപ്പോൾ വണ്ടിയെല്ലാം കഴുകിയിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നത്. ബൂട്ടി. അത് കഴിഞ്ഞ് വണ്ടി മൈലക്കോണത്ത് ഇട്ടിട്ട് കുഞ്ചുവിനെ അവിടെ ഇറക്കിയിട്ട് ഞാൻ തിരിച്ച് മുസാഫരിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ മൈലക്കോണത്ത് നിന്ന് ഓട്ടയിലാണ് വന്നത്. അങ്ങനെ ഞാൻ വരുന്നത് കണ്ട ഷിംജിയണ്ണ എനിക്ക് ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. സോറി, ജ്യൂസ് അല്ല, ഷാർജയാണ്, പിസ്ത ഷാർജ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല ജേരി ചോറ്, ഫിഷ് ഫ്രൈ, മരിച്ചിനി, തോരൻ, പച്ചടി, മീൻകറി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ നമ്മുടെ ലോക ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം കരകുളം എത്തുന്നതിന് മുമ്പെയാണ് നമ്മുടെ ലോക ഹോസ്പിറ്റൽ. ഈ ലോക ഹോസ്പിറ്റൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും ലോക ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നന്നായിട്ട് അവർ കെയർ ചെയ്യുവേ. കിംസ് ഹോസ്പിറ്റലിലൊക്കെ പോലെയുള്ള എല്ലാ ഫെസിലിറ്റി നമ്മുടെ ലോകയിലും അവൈലബിൾ ആണ്. എന്നാൽ കിംസ് പോലെ എല്ലാ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലാണ് ലോക. അങ്ങനെ ലോകയിൽ എത്തിയ സമയത്ത് ഞാൻ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ നോക്കിയപ്പോൾ 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് 1 ലക്ഷം ആവാൻ നേരം വീഡിയോ എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ചീറ്റി അയ്യേ. അങ്ങനെ ലോകയിൽ നമ്മുടെ ഓർത്തോ സ്പെഷ്യൽ ഡോക്ടറായ കൈസർ സാറിനെ കാണാനാണ് വന്നത്. 5 മണിക്ക് ഡോക്ടർ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡോക്ടർ വന്നപ്പോൾ 6:15 ഗൈസ്. നമ്മുടെ അപ്പോയിന്റ്മെന്റ് നമ്പർ 8 ആയിരുന്നു. അങ്ങനെ 7:30 ആയപ്പോഴാണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയത്. ഉമ്മയുടെ അസുഖം എന്ന് പറയുന്നത് കാല് വേദന. അതായത് 2 കാലുകൾ നടക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഭയങ്കരമായ വേദനയാണ്. ഇടയ്ക്ക് ആയുർവേദമൊക്കെ എടുത്തായിരുന്നു, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല ഗൈസ്. ഒരു കുറവും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനാണ് നമുക്കൊന്ന് ലോകയിൽ കാണിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു, കുറച്ച് ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.